ഹായ് മക്കളെ, അവിടെ എല്ലാവരും GAB എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് മാത്സിൻ്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 ചാപ്റ്റേഴ്സാണ് GAB സിലബസിൽ ഉള്ളത്. ഏതൊക്കെയാ? ഒന്ന് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, മറ്റേതോ ഫങ്ഷൻസ്, ഇക്വേഷൻസ് ആൻഡ് ഇനീക്വാലിറ്റീസ്. മൂന്നാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ 3 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതേപോലെ ഭയങ്കര ലെങ്തി ചാപ്റ്റേഴ്സാണ് അല്ലേ? അപ്പോൾ പല ആൾക്കാർക്കും നേരിടുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യാൻ പ്രോപ്പർ സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലേ? കാരണം ഓൾറെഡി നിങ്ങൾ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ വേണം ഇത് റിവൈസ് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ പോസിബിൾ ആയിരിക്കില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ റിവിഷൻ ടൈമിൽ എന്താ ചെയ്യാറ്? ആദ്യം മുതൽ അവസാനം വരെ എല്ലാം പഠിക്കാനൊന്നും പറ്റൂല അല്ലേ? എന്താ ചെയ്യുക? എഗെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പോവുക. അതല്ലേ ചെയ്യേണ്ട കാര്യം. അതുതന്നെയാണ് എക്സാമിന് ചെയ്യേണ്ടത് അല്ലേ? എക്സാമിന് തലേന്ന് പോയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാനൊന്നും പറ്റൂല അല്ലേ? പകരം എന്ത് ചെയ്യുക? ഏത് ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതെന്ത് ചെയ്യുക? നമുക്ക് റിവൈസ് ചെയ്യാം, അതെന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. അതല്ലേ ചെയ്യേണ്ട മെത്തേഡ് അല്ലേ? സോ ഈ 3 ചാപ്റ്ററിലും ഉറപ്പായിട്ട് പഠിക്കേണ്ട ഏരിയാസ്, ഉറപ്പായിട്ട് റിവൈസ് ചെയ്യേണ്ട ഏരിയാസ് ഞാൻ പറയാൻ പോണ് അല്ലേ? എഗെയിൻ ഞാൻ വീണ്ടും പറയണേ, ഇത് മാത്രം പഠിക്കണമെന്നല്ല, ഇത് എന്തായാലും പഠിക്കണം. ഇത് പഠിക്കാൻ ഒരിക്കലും എക്സാം ഹാളിൽ പോകാൻ പാടില്ല. അതിനാണ് ഈ ടോപ്പിക് പറയുന്നത് അല്ലേ? സോ ഫസ്റ്റ് ചാപ്റ്റർ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഇത് ശരിക്കും ഞാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരാൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുക എവിടുന്ന? പ്രോപ്പർട്ടീസ് എന്നാണ്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിൻറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രൈസ് അല്ലേ? ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഇല്ലേ? ആ പ്രോപ്പർട്ടീസ് വെച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ പ്രോപ്പർട്ടീസും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഇതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് ഹയർ പവർ വരുന്ന കേസാണ്. എന്താ ഹയർ പവർ വരുന്ന കേസ്? അവിടെ A² A⁻100 കാണുന്ന ക്വസ്റ്റ്യൻ അല്ലേ? A⁻1000 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ? ആ ക്വസ്റ്റ്യൻസ് എന്തായാലും റിവൈസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം റിവൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് അഡ്ജോയിൻറ്റ് കാണുന്ന ക്വസ്റ്റ്യൻസ്, മൈനർ കാണുന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ വേറെ എന്താ ഡിറ്റർമിൻ്റെ ചില പ്രോപ്പർട്ടീസ് അല്ലേ, അത് ഡിറ്റർമിൻ്റെ റോസ് ചേഞ്ച് ചെയ്യുക, ആ പ്രോപ്പർട്ടീസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ കെയ്ലി ഹാമിൽട്ടൺ തിയറം. ഇത്രയും കാര്യമാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എന്തായാലും റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മെട്രിക്സ് 8 ഡേ ഉണ്ട്, 8 ഡേൻ്റെ സ്ലൈഡ്സ് ഉണ്ട് അല്ലേ? ആ 8 ഡേ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഈ കാണുന്ന ടോപ്പിക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. സോ അതാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് കേസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ? ഫങ്ഷൻസ്, ഇക്വേഷൻസ് ആൻഡ് ഇനീക്വാലിറ്റീസാണ് അല്ലേ? ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കേ ഒന്ന് ഫങ്ഷണൽ ഇക്വേഷൻ എന്ന ടോപ്പിക് എന്നാ അല്ലേ? അത് ഓർമ്മയുണ്ടോ? 4 ഫങ്ഷണൽ ഇക്വേഷൻ, 5 എണ്ണം അല്ലേ? 5 ഫങ്ഷണൽ ഇക്വേഷൻസ്. ആ 5 ഫങ്ഷണൽ ഇക്വേഷൻ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ? എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മീൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? രണ്ടാമത്തെ എന്താ? ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഏതൊക്കെയാ? 1, 1, on 2 അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ഇല്ലേ അല്ലേ? എന്താ? വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റും ഹൊറിസോണ്ടൽ ടെസ്റ്റും. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഫംഗ്ഷൻ്റെ കേസിലാണ്, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉണ്ട് അല്ലേ? അങ്ങനെ പോലെ ഫംഗ്ഷൻ്റെ 1, 1 ഫംഗ്ഷൻ, on 2 ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് അത് നിർബന്ധം പഠിക്കാം അല്ലേ? അതേപോലെ നമ്പർ ഓഫ് 1, 1 ഫംഗ്ഷനും നമ്പർ ഓഫ് on 2 ഫംഗ്ഷനും കാണുന്ന മെത്തേഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. പിന്നെ വേവിക്കർ മെത്തേഡ് അതും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഓക്കെ, ഇത് അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ആ ടോപ്പിക്സ് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്, ഏതാ? ഇനിക്വാലിറ്റീസ് അല്ലേ? ലീനിയർ ഇനിക്വാലിറ്റിയും അവിടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ലീനിയർ ഇനിക്വാലിറ്റി വെച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ചാപ്റ്റർ 2ൻ്റെ കേസ്, ഫങ്ഷൻസ്, ഇക്വേഷൻസ് ആൻഡ് ഇനിക്വാലിറ്റീസിൻ്റെ കേസ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ഏതാ? ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രിൻ്റെ കേസ് ഞാൻ നേരത്തെ മെട്രിക്സിൻ്റെ കേസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ട്രിഗണോമെട്രിയിൽ എന്താ പഠിക്കുന്നത്? ഒരുപാട് ഇക്വേഷൻ ഉണ്ട് അല്ലേ? ആ ഇക്വേഷൻസ് വെച്ചുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കാറ്. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ? sin raised to 4x plus cos raised to 4x-ഉം sin raised 6x plus cos raised 6x-ഉം. ആ 2 ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അത് പഠിച്ചു വെക്കാം അല്ലേ? രണ്ടാമത്തെ കേസ് എന്താ? രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ sin 2x cos 2x tan 2x, sin 3x cos 3x tan 3x. അത് വെച്ചുള്ള തിരിച്ചും മറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതും പഠിച്ചു വെക്കാം അല്ലേ? മൂന്നാമത്തെ കേസ് എന്താ? എടാ, സൈൻ്റെയും കോസിൻ്റെ ഒക്കെ നമ്മളെ AP ഇല്ലേ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, sin a plus d, sin a plus 2d, ഒരു കോസിൻ്റെ കേസ്. അവിടെ നിന്നും ജെയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ജെയ്ക്ക് ചോദിച്ചാൽ അത് GABക്കും ചോദിക്കും അല്ലേ? അതേപോലെ അടുത്തെന്താ? sin θ sin 60 minus θ sin 60 plus θ. അതേപോലെ കോസും ടാനും ഉണ്ടോ? ആ കേസും വരും അല്ലേ? പിന്നെയുള്ള കേസ് എന്ന് ചോദിച്ചാൽ എടാ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തരും. ആ ട്രിഗണോമെട്രിക് ഇക്വേഷൻ വെച്ചാണ്ട് ഏതെങ്കിലും ഒരു അൺനോൺ കാണാൻ പറയും
അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ് കുറേ ട്രിഗണോമെട്രി ഫംഗ്ഷൻ മിക്സ് ചെയ്ത് വന്നാൽ അതെല്ലാം ഒരേ ഫംഗ്ഷനാക്കി സോൾവ് ചെയ്യില്ലേ അല്ലേ? അങ്ങനെ ഒരേ ഫംഗ്ഷനാക്കി സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ? പിന്നുള്ളത് അലീഡ് ആംഗിൾ കൺസെപ്റ്റാണ്. ഈ അലീഡ് ആംഗിൾ കൺസെപ്റ്റും എക്സാമിന് ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കേസാണ് സൈൻ എക്സ് പ്ലസ് വൈ കോസ് എക്സ് പ്ലസ് വൈ ടാൻ എക്സ് പ്ലസ് വൈ, അതുപോലെ സൈൻ സി പ്ലസ് സൈൻ ഡി കോസ് സി പ്ലസ് കോസ് ഡി. ഇതൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാലേ ഇത് പഠിച്ചാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അല്ലേ? ഞാൻ പറയുമ്പോൾ ഒരു 4-5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി അല്ലേ? പിന്നെ ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാത്ത വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഈ വലിയ കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ആ ചെറിയ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോയിക്കോളും അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക 3 ചാപ്റ്റേഴ്സാണ്. ആ 3 ചാപ്റ്റേഴ്സ് ശരിക്കും വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും അത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ ആ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. ആ ടോപ്പിക്സ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ സമയം കിട്ടുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ചെറിയ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക അല്ലേ? അതേപോലെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കണം വെച്ചാൽ ഇത് വെറുതെ തിയറി പഠിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. ആ തിയറി പഠിച്ചതിനൊപ്പം എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക അല്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, തിയറി പഠിച്ചാൽ മാത്സ് പഠിച്ചില്ല അല്ലേ? മാത്സ് ആവട്ടെ ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ സെയിമാ. തിയറി പഠിച്ചു എന്ന് വെച്ചാണ്ട് ഒന്നും ആയിട്ടില്ല അല്ലേ? എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അതുമായി ബേസ് ചെയ്ത മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ഐഡിയ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഈ രീതി എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. GABക്ക് ഈ ടോപ്പിക്സ് പഠിക്കാണ്ട് ഒരിക്കലും GAB എഴുതണ്ട, അത് അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ GAB എക്സാമേ ഓഗസ്റ്റ് 30 മുതൽ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, GAB എക്സാം അടിപൊളിയാക്കി എഴുതുക. ഓൾ ദി ബെസ്റ്റ്.